നാളത്തെ ഹാർഡ് വർക്കിന് ശേഷം ഞങ്ങളുടെ സിനിമ മസ്തിഷ്ക മരണം എ ഫ്രാങ്ക് ആൻഡ് ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ് ഇന്ന് 27-ാം തീയതി റിലീസായിരിക്കുകയാണ്. നല്ല റെസ്പോൺസാണ് ലഭിക്കുന്നത്. നല്ല റിപ്പോർട്ട്സ് വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന് പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്താണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്താണെങ്കിലും നമ്മുടെ മനസ്സിൽ കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവുമല്ലോ. ഇന്നത്തെ ദിവസം എങ്ങനെ പോകണം, ഇത് റിലീസാകുന്ന ദിവസം എങ്ങനെ പോകണം എന്നുള്ളത്. അതുപോലെ തന്നെ പോകുന്നുണ്ട്. ഇന്നത്തെ ഞങ്ങൾ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയിൽ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വന്ന എല്ലാ മീഡിയ ടീംസിനോടും താങ്ക് യു സോ മച്ച്. ഇതുവരെ ഈ സിനിമ കണ്ട് നല്ല അഭിപ്രായം അറിയിക്കുന്ന എല്ലാ ഓഡിയൻസിനോടും ഒരുപാട് നന്ദി. കാണാത്തവർ ഇനി പോയി സിനിമ കാണും. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരോടും പറയണം, സിനിമ കാണാൻ പറയണം. മലയാളത്തിലെ ആദ്യത്തെ സൈബർ പങ്ക് സ്പേസിൽ വരുന്ന സിനിമയാണ്. ഒരു പുതിയൊരു സിനിമ അല്ലെങ്കിൽ പുതിയൊരു സ്പേസിൽ ചെയ്യുന്ന ആദ്യത്തെ സിനിമ മലയാളത്തിൽ ചെയ്യുമ്പോൾ ആ സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും വീണ്ടും പുതിയതായ തോട്ട്സും പുതിയതായ സിനിമകളും ഉണ്ടാകുന്നു എന്നുള്ളത് പേഴ്സണലി ഞങ്ങൾ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പല സ്ഥലത്തും ഇപ്പൊ ചെന്നൈയിലാണെങ്കിലും ബോംബെയിലൊക്കെ ആണെങ്കിലും പോകുമ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സ്പേസ് അത് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം നല്ല സിനിമയാണെന്ന് വേർഡ് ഓഫ് മൗത്തിലൂടെ ഈ സിനിമ വിജയിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും അധികം ആഗ്രഹിക്കുന്നു. താങ്ക് യു. ബാക്കി വി ആർ ഓപ്പൺ ടു ദ ക്വസ്റ്റ്യൻസ്. ഇതൊന്നും അല്ലാത്ത ലെവലിൽ സിനിമയിൽ പ്രേക്ഷകൻ എക്സ്പെക്ട് ചെയ്യാത്ത ലെവലിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. എന്താണ് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, എന്റെ പ്രീവിയസ് ഫിലിംസിൽ ഇതേപോലത്തെ ചെറിയ അറ്റംപ്റ്റുകളുണ്ട്. അപ്പൊ അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സാധനം ചെയ്താൽ അത് വർക്ക് ആവുമായിരിക്കും, ഓഡിയൻസിന് ഇഷ്ടപ്പെടും എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ അതിനൊരു പ്രൊഡക്ഷൻ ഹൗസും കൂടെ നമ്മൾ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും വീൽ നെയിൽ ഇറ്റ്, നമുക്കത് നെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം. പിന്നെ എനിക്ക് തോന്നുന്നു വീണ്ടും ഇങ്ങനത്തെ വർക്കുകൾ കാണുമ്പോഴത്തേക്കും നമ്മളോട് സഹകരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കും അവരുടെ എക്സ്പെരിമെന്റുകളും അല്ലെങ്കിൽ അവരുടെ അറ്റംപ്റ്റുകളും ഒക്കെ എഫേർട്ടുകളും ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നും. അപ്പൊ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും ഒരു നല്ലൊരു പരിപാടിയായിട്ടത് എന്ത് ചെയ്തു. ഇപ്പൊ ഞാൻ സന്തോഷത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭയങ്കര ഒരു മൊമെന്റാണ്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പം ആ സിനിമയാണ് അതിനു വേണ്ടി സംസാരിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സിനിമ സംസാരിക്കുന്നുണ്ട്. സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുന്നതിലും ഓരോരുത്തരുടെ എഫേർട്സും എടുത്തു പറയുന്നത്. ഇപ്പൊ സിനിമയുടെ റിവ്യൂസ് വരുമ്പോഴും പലരും പറയുമ്പോൾ പൊതുവെ എല്ലാവരും ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞു പോകുമല്ലോ. ഇവിടെ എടുത്ത് കോസ്റ്റ്യൂമിന്റെ കാര്യമാണെങ്കിൽ മേക്കപ്പ്, VFX, ആർട്ട്, സിനിമാറ്റോഗ്രഫി, ഓരോരുത്തരുടെ പെർഫോമൻസസ് ഓരോന്നും എടുത്ത് പറയുമ്പോൾ പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇവരുടെ ഈ ഹാർഡ് വർക്ക് നമ്മൾ നേരിട്ട് കണ്ടതാണല്ലോ. ഇതുപോലത്തെ ഒരു സിനിമ, ഈ ജോണറിൽ വരുന്നൊരു സിനിമ മലയാളത്തിൽ നമ്മളുടെ ബഡ്ജറ്റ് എല്ലാം വെച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പം അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പം അവരുടെ ഒക്കെ ഡിപ്പാർട്ട്മെന്റ്സിനെ എടുത്ത് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എന്താണ് ഇങ്ങനത്തെ ജോണർ? ഇപ്പൊ നോർമൽ എല്ലാവരും ഇപ്പം രജീഷ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങളുണ്ട്. അതൊന്ന് ബ്രേക്ക് ചെയ്യണം, പ്രേക്ഷകരിലേക്ക് വേറെ ലെവലിലേക്ക് എത്തിക്കണം. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും വന്നില്ല എനിക്ക്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എല്ലാം അപ്പൊ കളങ്കാവലിന് മുന്നേ എന്റെ അവസാനത്തെ റിലീസ് മധുര മനോരമമാണ്. എത്ര ഗ്യാപ്പായി. അപ്പൊ ഞാനിങ്ങനെ നല്ലത് വന്നാൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. പട്ടിണിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു സീനിലായിരുന്നു. എന്തോ കറക്റ്റ് ആ ഒരു സമയത്ത് കൃഷാന്തിന്റെ കോള് വന്ന് കൃഷാന്ത് വന്നത് പറഞ്ഞ ആ മൊമെന്റ് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നെയുള്ള കാര്യം. അത് കേട്ട പടവും ഇങ്ങനൊരു തോട്ടിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കൃഷാന്ത് വേണേ ഞാൻ AD ആയിട്ട് വിളിച്ചിരുന്നെങ്കിൽ അതിന് വേണേ ഞാൻ പോയേനെ. അഭിനയിക്കാനല്ല വിഷയം, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് വെച്ചിട്ട് ഞാൻ പോയേനെ. കാരണം ഇങ്ങനത്തെ സിനിമയുടെ ഭാഗം എങ്ങനെയെങ്കിലും ആവാൻ സാധിക്കുക എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചത്. അപ്പൊ അതിന്റെ കൂടെ ഫ്രീഡ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടർ കിട്ടിയത് ചെറിയ ടോപ്പ് ഓഫ് ദ കേക്കാണ്. അത്രയും അതെ, ലോട്ടറി. അല്ല, അത് ആറാട്ടണൻ മാത്രമല്ല, അത് ആ ഒരു ജോണറിൽ പെടുന്ന നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ വരുന്ന ഫാനുകളെ എല്ലാരെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ആറാട്ടണനത് തോന്നിയത് അത് ഒരുപാട് പേരുണ്ട്. ആറാട്ടണൻ ദിവ്യയെ വിളിച്ചു സംസാരിച്ചു, പുള്ളിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു.
ആൻഡ് ആ സോങ് ഇറങ്ങിയപ്പോഴത്തേക്കും വൺ ഓഫ് ദ പീപ്പിൾ ഹു റിയലി സ്പോക്ക് ഭയങ്കര വയസ്സായിട്ട് സ്പീക്ക് ചെയ്ത ഒരാളാണ് ആറട്ടണ്ണൻ. അതിലൊരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഭയങ്കര സർപ്രൈസിങ് ആണ്. നമ്മൾ ഒരു രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാർ വേറൊരു രീതിയിൽ അതിനെ റിയാക്ട് ചെയ്യും. നമ്മൾ വേറൊരു രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാർ എന്താണ് നിനക്ക് തുണി എടുത്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് ഭയങ്കര സർപ്രൈസിങ് ആണ്. അത് വേണം ഇവിടുത്തെ നല്ല റിവ്യൂ ആയിരിക്കുമല്ലോ പറഞ്ഞത്. അതെ, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ വുമൻസ് ഡേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആറാട്ടനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പം ദിലീപേട്ടന്റെ ഒരു വാക്ക് അതിൽ ഉപയോഗിക്കുന്നുണ്ടായി. അപ്പൊ അത് പിന്നീട് ചർച്ചയാവുന്ന അങ്ങനെ എന്തെങ്കിലും പേടിയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതൊരു ആന്റി ദിലീപ് സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല. ഞാൻ പറയുന്നത് ആൾക്കൂട്ട മീഡിയ വിചാരണ കാണിക്കുന്ന ഒരു സാധനമാണ്. അപ്പം വായി തോന്നിയെ വിളിച്ച് പറയില്ല ചേട്ടാന്ന് അത് പറയുമ്പോഴത്തേക്കും നമ്മള് ദിലീപേട്ടന്റെ ക്രൈമോ അല്ലെങ്കിൽ ക്രൈം ചെയ്തിട്ടുണ്ടോന്നോ അതിനൊക്കെ ആ ക്വസ്റ്റിനൊക്കെ കോടതിയുടെയും ഇതിനൊക്കെ വിട്ടില്ല. ബട്ട് ദ മീഡിയ ഈസ് റിയലി സറൗണ്ടിങ് എ പേഴ്സൺ ഹൂസ് അക്യൂസ്ഡ്. അപ്പം അതിന്റെ ഒരു റെഫറൻസ് ആണ്. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് ആ ഒരു മീഡിയ ഹോണ്ട് ചെയ്യുന്ന ഒരു സാധനം കാണിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതൊരു എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നതാണ്, ഒരു റിയാലിറ്റി എക്കോസിസ്റ്റത്തിന്. അതിൻ്റെ അകത്ത് ഇതെല്ലാം വരുന്നുള്ളതാണ്. അപ്പം ആസ് എ ഡോക്യുമെന്റേഷൻ ഓഫ് അവർ ടൈംസ് ഇതിനെക്കുറിച്ചൊക്കെ റെഫർ ചെയ്ത് പോവാം. അതിനെ നമ്മൾ ഭയക്കേണ്ടതില്ല എന്നാണ് വിചാരിക്കുന്നത്.